ഇന്നമൻ അഹബ്ബക്കും ഇലയ്യ അഹ്സനുഹും ഖുലുഖ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, അള്ളാഹുവിൻ്റെ തൃപ്തി, അതുവഴി സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ ലിഖാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറ് എല്ലാം കരസ്ഥമാക്കണം എന്നതൊക്കെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടം, സ്നേഹം കിട്ടുമെന്നുള്ളതും ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ആർക്കാണ് ലഭിക്കുക? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, ഇന്നമൻ അഹബ്ബക്കും ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ളവരാണ്. ആരെയും തെറി വിളിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ, ആരോടും വാശി കാണിക്കാതെ, ദേഷ്യം വെക്കാതെ, അസൂയയും പകയുമില്ലാതെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്നവർ, പച്ച മനുഷ്യനെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ പച്ച മനുഷ്യനായി നല്ല സ്വഭാവത്തിൽ എല്ലാവരോടും നല്ല പുഞ്ചിരിച്ചുകൊണ്ട്, സൗഹാർദ്ദം പങ്കിട്ടുകൊണ്ട്, നല്ല പാരസ്പര്യത്തോടുകൂടെ എവിടെ കൊണ്ടുപോയിട്ടാലും അവിടെ ഒരു സന്തോഷം നിർമ്മിക്കുന്ന, എവിടെ ചെന്ന് പെട്ടാലും അവിടെയെല്ലാം സങ്കടമുണ്ടാക്കി, ഇടങ്ങേറുണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയല്ല. മറിച്ച് അവൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ആ മോനോ അല്ലാ, അത് കേൾക്കുമ്പം തന്നെ ഒരു സന്തോഷം അവിടെയുള്ള സദസ്സിൽ പരക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്വഭാവം, ആ സ്വഭാവത്തിൻ്റെ ഉടമ ആരോ അവനാണ് എൻ്റെ സ്നേഹം ലഭിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിച്ചാലോ തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.